ഹായ്, വെൽക്കം ടു ഈസിയസ് ലേണിംഗ്. ഇന്ന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതോടൊപ്പം തന്നെ യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. ഇതുവരെ ആരും ഷെയർ ചെയ്യാൻ തയ്യാറാകാത്ത ഈ രഹസ്യം ഇന്ന് എല്ലാവരുടെ അറിവിലേക്കുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളിലെ ഓർമ്മശക്തി ഇരട്ടിയാക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിട്ടുള്ളത്. സാധാരണ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ബുദ്ധിശക്തി ഇരട്ടിയാക്കാനുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ കൊണ്ട് തന്നെയാണിത് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, വാൾനട്ട്, അക്രോട്ട് എന്നറിയപ്പെടുന്ന ഒരു ഇനം പരിപ്പ്, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് ഒക്കെ പോലുള്ള ഒരു പരിപ്പ് തന്നെയാണ് അക്രോട്ട്. ഇതിന് ശരിക്കും തലച്ചോറിൻ്റെ ഒരു ആകൃതിയാണ്. ശരിക്കും അതിൻ്റെ തോടിൽ അത് നിൽക്കുന്നത് കണ്ടാൽ തലയോട്ടിയിൽ തലച്ചോറ് നിൽക്കുന്ന അതേ ഒരു രൂപം തന്നെയാണ്. ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. പക്ഷേ ആരും അതിൻ്റെ ഗുണങ്ങൾ അറിയാതെ പോവുകയാണ്. നമുക്ക് ഇത് കുട്ടികൾക്ക് 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിശക്തി നമുക്ക് ഇരട്ടിയാക്കി മാറ്റാം. പഠിക്കുന്ന കുട്ടികളിൽ ഇത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് 4 വാൾനട്ടാണ് വേണ്ടത്. ഒരു സമയത്തേക്ക് 4 വാൾനട്ട്, രാവിലെ 4 വാൾനട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തിന് 4 വാൾനട്ടും, അങ്ങനെ ഒരു കുട്ടിക്ക് ദിവസം 8 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 8 വാൾനട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം അത് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ പാലൊഴിക്കുക. നല്ല ശുദ്ധമായ പശുവിൻ പാല് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അധിക സമയം അതിൽ കിടന്ന് തിളപ്പിക്കാൻ പാടില്ല. തിളച്ച് വരുന്നതോടെ അത് ഓഫാക്കണം. ഓഫാക്കിയിട്ട് ആ പാലിൽ നിന്നും ആ വാൾനട്ട് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുക. ആ പാലിൽ തന്നെ അതിട്ട് വെക്കരുത്. അതിനുശേഷം നമുക്ക് ആ പാല് ശ്രദ്ധിച്ചാൽ അറിയാം, ആ പാല് ഒരു കറുത്ത നിറമായിട്ടുണ്ടാവും. അപ്പോൾ ആ പാല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പാലിൽ ഈ 8 വാൾനട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കുക. അതിനുശേഷം അതിൽ നിന്ന് 4 എണ്ണം എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കഴിയുമെങ്കിൽ വെള്ളം കൂട്ടാതെ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ല മിക്സിയിലാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെങ്കിലും വെള്ളം തൊടിക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം വെള്ളത്തിന് പകരം നമുക്ക് തേൻ ആഡ് ചെയ്ത് അരച്ചെടുക്കാവുന്നതാണ്. അല്ല, അമ്മിക്കല്ലിലാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് വലിയൊരു സ്പൂൺ തേൻ ശുദ്ധമായിരിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേൻ അധികവും ശുദ്ധമായിരിക്കില്ല. അപ്പോൾ ശുദ്ധമായ തേനാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വലിയൊരു ടേബിൾ സ്പൂൺ തേൻ അതിലേക്ക് ഒഴിക്കുക. അങ്ങനെ അത് നല്ല പോലെ അതിൽ ചേർക്കുക. ഇളക്കി ചേർത്തിട്ട് ആ തേനും അതുപോലെ തന്നെ ഈ വാൾനട്ടിൻ്റെ മിക്സും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അത് വെറും വയറ്റിൽ രാവിലെ കുട്ടികൾക്ക് കൊടുക്കുക. വൈകുന്നേരവും ഇതേപോലെ 4 വാൾനട്ട് എടുത്ത്, നമ്മൾ രാവിലെ പുഴുങ്ങി വെച്ചിട്ടുള്ള വാൾനട്ട് തന്നെ വൈകുന്നേരം അതിൽ നിന്ന് 4 എണ്ണം എടുത്തിട്ട് അരച്ച് ഇതേപോലെ തേൻ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ ബുദ്ധിശക്തി ഇരട്ടിയാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇത് വെറുതെ പറയുന്നതല്ല, 100% സത്യസന്ധമാണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫലം, നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഫലം കിട്ടിയത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. പക്ഷേ വാൾനട്ട് കുറച്ച് വില കൂടിയ സാധനമാണ്. ഗൾഫിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ബദാം പരിപ്പൊക്കെ കൊടുത്തു വിടുന്നില്ലേ, അതേപോലെ കൊടുത്തു വിടാവുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ വാങ്ങാവുന്ന ഒരു സാധനം. കുറച്ച് വില കൂടുതലാണെങ്കിലും നല്ല സാധനമാണ് കേട്ടോ. കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു പരിപ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഇനം തന്നെയാണ് അക്രോട്ട്. പക്ഷെ നമ്മളെല്ലാവരും ബദാം അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമെങ്കിലും അക്രോട്ട് അധികം കഴിക്കാറില്ല. അപ്പം നിങ്ങൾ അക്രോട്ട് ഇതേപോലെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാൻ വളരെ നല്ല ഒരു മരുന്ന് തന്നെയാണിത്.
ഇതൊരു മരുന്നിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കഴിക്കേണ്ടതില്ല. നമ്മൾ സാധാരണ തേനും വാൽനട്ടൊക്കെ നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ, ആ ഒരു രൂപത്തിൽ തന്നെ കഴിച്ചാൽ മതി. തീർച്ചയായിട്ടും നല്ല ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.